മെട്രായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ വിടുതലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ കണ്ടീഷനെക്കുറിച്ചാണ് സംസാരിച്ചത്. ആത്മീയനായി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ജഡീകനായിത്തീരുന്നു എന്നുള്ളൊരു സത്യമാണ്. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഇന്ന് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നവർ വരെയും ജഡീകമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യം നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാലസ്തീനിലും നിൽക്കും, യെരുശലേമിലും നിൽക്കും. കാര്യസാധ്യത്തിന് വേണ്ടി രണ്ട് സൈഡിലും നിൽക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ ജഡീക സ്വഭാവമുള്ളത്. നേരത്തെ പറഞ്ഞ പ്രാകൃത മനുഷ്യനെക്കുറിച്ചാണ്. ഇപ്പം പറയുന്നത് ജഡീക മനുഷ്യനെക്കുറിച്ചാണ്. ജഡീക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവകാശപ്പെടുകയും എല്ലാ കോംപ്രമൈസിനും കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം ഒരിക്കലും ദൈവസന്നിധിയിൽ സക്സസ്ഫുൾ ആകാനായിട്ട് പ്രയാസമാണ്. എന്ന് വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന പോലെയല്ല അവർ ജീവിക്കുന്നത്. ജഡീകന്മാരാണ്. പള്ളിയിൽ എല്ലാ ആഴ്ചയിലും പോവും, സഭായോഗങ്ങളിലെല്ലാം പോവും. എന്നാൽ ആ ഞായറാഴ്ച മാത്രം ആണ് ആത്മീയൻ. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തോന്നുന്ന പോലുള്ള ജീവിതം. ഓഫീസിൽ പോയാൽ ടെസ്റ്റ് മണി ഇല്ല, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ ടെസ്റ്റ് മണി ഇല്ല, ബസ്സിൽ കയറിയ ടെസ്റ്റ് മണി ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചാൽ ട്രാഫിക് റൂൾസ് തെറ്റിച്ചേ ഓടിക്കുകയുള്ളൂ. ഏത് രീതിയിലായാലും ഒന്നുകിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്സിൽ, അല്ലെങ്കിൽ അതോറിറ്റീസുമായിട്ടുള്ള ഡീലിങ്സിൽ, അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള നിയമങ്ങളുടെ ഡീലിങ്സിൽ എല്ലാം തെറ്റിക്കുന്ന മനുഷ്യൻ, അതാണൊരു ജഡീക മനുഷ്യൻ എന്ന് പറയുന്നത്. റോമർ 8:7 ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിൻ്റെ ചിന്തയാണ് അവനിൽ വരുന്നത്, അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. അവിടെ ഒരു ജഡത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത് കാർണൽ മൈൻഡ് എന്നാണ്. ദ മൈൻഡ് ഓഫ് ദ ഫ്ലഷ്, കാർണൽ മൈൻഡ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്. ചിന്ത എപ്പോഴും ജഡത്തിൻ്റെ ചിന്തയാണ്. ജഡത്തിന് 6-ാം വാക്യത്തിൽ 8:6 ജഡത്തിൻ്റെ ചിന്ത മരണം. ജഡത്തിൻ്റെ ചിന്ത എപ്പോഴും പറയുന്ന 6-ാം വാക്യത്തിൽ ജഡത്തിൻ്റെ ചിന്ത മരണം. അന്നേരം ഈ ജഡത്തിൻ്റെ ചിന്ത 7-ാം വാക്യത്തിൽ ദൈവത്തോട് ശത്രുത്വമാവുന്നു. അന്നേരം നേരത്തെ പറഞ്ഞാണ് മനുഷ്യൻ മരിക്കുന്ന കാര്യം പറഞ്ഞാണ്. ജഡത്തിൻ്റെ ചിന്ത എങ്ങനെയാണ് മരിക്കുന്നത്, എറ്റേണൽ ഡെത്തും അവിടെ വരുന്നുണ്ട്. സോ മൈൻഡ് ഓഫ് ഫ്ലഷ്, അതാണ് ഇന്ന് പലരുടെയും ഉള്ളത്, ജഡത്തിൻ്റെ ചിന്തകൾ. ഈ റോമറിൻ്റെ സ്റ്റഡീസ് പറഞ്ഞ സമയങ്ങളിൽ ഞാൻ റോമർക്ക് എഴുതിയ ലേഖനം 1 തൊട്ട് അവസാനം വരെയുള്ള ഏകദേശം 90 എപ്പിസോഡുകളോളം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അത് ഡീറ്റെയിൽഡായിട്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനം അതിലുണ്ട്. അതിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതായിരുന്നു. റോമർ 1:17 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിലെ പറയുന്ന ഇതാണ് പ്രധാനമായിട്ടും. മനുഷ്യൻ്റെ ഹൃദയം, ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ, ചതിവായിപ്പോയി എന്നുള്ളത്. കാരണം അവിടെ പറയുന്നത് ജ്ഞാനികൾ എന്ന് പറഞ്ഞിട്ട് അവർ മൂഢന്മാരായിപ്പോയി, അവരുടെ സ്വന്തം നിരൂപണങ്ങളാൽ വ്യർത്ഥരായിപ്പോയി. മനുഷ്യൻ്റെ കാര്യമാണ്, അവൻ ജഡീകനായിപ്പോയി. കാരണം നേരത്തെ തന്നെ സൃഷ്ടിക്ക് മുമ്പേ തന്നെ ദൈവത്തെ തന്നെ വെളിവാക്കിയിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യൻ അത് വിശ്വസിക്കാതെ അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളഞ്ഞതായിട്ട് പറയുന്ന ഭാഗം. സോ ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ 1:17 മുതൽ 24 വരെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവും മരിച്ചിരിക്കുന്നതാണ്. മനുഷ്യൻ ജഡീകനാവുമ്പോഴേ അവിടെ ആത്മാവും മരിച്ചിരിക്കുന്നതാണ്. എഫേസ്യർ 2:1 ഇതാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. അതും നമ്മളെ ദൈവം ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ മഹാസ്നേഹ നിമിത്തം കരുണാസമ്പന്നനായ ദൈവം അതിക്രമങ്ങളായിരുന്ന ആളുകളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ച് രക്ഷിക്കപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അല്ലാത്ത സമയത്ത് അവിടെ സ്പിരിറ്റ് ഡെഡ്. എന്നാൽ അവരത് പ്രകടിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പം
പ്ലാവിൽ എന്താ ഉണ്ടാവണ്ടേ? തേങ്ങ ഉണ്ടാവാൻ പറ്റുമോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്ലാവിലെ തേങ്ങ ഉണ്ടായി നിൽക്കുന്നത്? നാച്ചുറലി ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ തന്നെ അത് രണ്ട് ടൈപ്പ്, ബൊട്ടാണിക്കലായിട്ട് 2 ടൈപ്പ് ഫാമിലീസാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെ ദൈവം വിടുവിച്ച് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതാണ്. ആത്മാവ് മരിച്ചിരിക്കാൻ പാടില്ല. നിങ്ങളിൽ നിന്ന് പ്രവൃത്തികൾ ജഡത്തിൻ്റെ പ്രവൃത്തികളാകാൻ പാടില്ല. എന്നാൽ ഇന്ന് അതാണ് വരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവം നിങ്ങളെ ന്യായം വിധിക്കും. നിങ്ങൾ ജഡ്ജ്മെൻ്റ് കീഴിലാണ്. സകല അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുകയാണ്. അതുകൊണ്ട് ഈ റാത്ത് ആൻഡ് ജഡ്ജ്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 5:29 നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. യേശു പറഞ്ഞാണ്. യേശുക്രിസ്തുവിന് ന്യായവിധിക്കുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കല്ലറകളുള്ളതെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്യുന്നവൻ എല്ലാം തന്നെ ജീവനായിട്ടും. നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങളാണ് യേശുക്രിസ്തു അവിടെ പഠിപ്പിച്ചത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നത്, എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നത്. ഇതിനകത്താണ് ജീവനുള്ള ഉറവിടം ഇരിക്കുന്നതെന്ന് യേശുക്രിസ്തു അവിടെ പറഞ്ഞത്. നന്മ ചെയ്യുന്നവൻ ജീവനായും തിന്മ ചെയ്യുന്നവൻ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. പഴയ നിയമത്തിൽ സങ്കീർത്തനം 130:3 പറയുന്നത്, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ അകൃത്യങ്ങൾ, ഇനിക്വിറ്റീസിനെ ഓർത്താൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത് ദൈവം ഒരു ന്യായവിധിയാണ്, അവൻ ജഡ്ജ് ചെയ്യും എന്ന് ഒരിക്കലും നമ്മൾ വിസ്മരിച്ച് കളയരുത്. നമ്മൾ പലപ്പോഴും അങ്ങ് മറക്കുന്നവരാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാപത്തിനൊരിക്കലും അധീനരായി അടിമയായി പോകരുത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് നമ്മളെ മകുടമായി സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം തെറ്റിപ്പോയെങ്കിൽ കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി വെച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പൗലോസ് പറഞ്ഞിരിക്കുന്ന, വീണ്ടും സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വീണ്ടും നിങ്ങൾ ആ അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ആദം ചെയ്ത പാപം, അതിൻ്റെ ഫലം, അത് തലമുറകളായി കൈമാറ്റം ചെയ്ത് നമ്മൾ കൂടി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പാപത്തിൻ്റെ ശക്തി. അത് യേശുക്രിസ്തുവിൽ കൂടി അത് മാറ്റി. റോമർ 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നു. അങ്ങനെ ആദമിൽ കൂടി വന്ന ആ പാപം ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. റോമർ 5:19 ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാർ. യേശു ക്രിസ്തുവിൽ കൂടി അത് ദൈവം നിർവഹിച്ചു. ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് യോഗ്യനായ മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യനെ ദൈവം യേശു ക്രിസ്തുവിലൂടെ വിടുവിച്ചു. ഒരിക്കൽ അവന് എറ്റേണലായിട്ടുള്ള ഡെത്തിന് വരെ അവനായിരുന്നു, പ്രാപ്യനായിരുന്നതാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ യേശു ക്രിസ്തു ശപിച്ച സമയത്ത് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവ് ജനിച്ചു വന്ന് സർപ്പത്തിൻ്റെ തല തകർത്തതാണ് എന്ന് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അഗണ്യമായി നമ്മൾ ചിന്തിക്കരുത്. നമ്മളത് മനസ്സിലാക്കുകയും നമ്മളത് നമ്മുടേതായിട്ട് ഏറ്റെടുക്കുകയും വേണം, ഏറ്റവും ആവശ്യമാണ്. ഇതൊക്കെ മുഖവരയായിട്ട് പറയുന്നതാണ്, അതിൻ്റെ ഡീപ്പായിട്ടുള്ള സ്റ്റഡീസിലേക്ക് നമ്മൾ വരും. എന്നാൽ ഈ പാപം വന്നപ്പോഴെന്താ സംഭവിച്ചത്? ഇതിനോടൊപ്പം തന്നെ മരണം വന്നു, രോഗം വന്നു, ഇതെല്ലാം ഇതിനോടുകൂടി വന്നു. വിലാപങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം ശ്രദ്ധേയമായൊരു വാക്യമാണ്. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. അതിൽ എഴുതിയിരിക്കുക, ഞങ്ങൾ പാപം ചെയ്യുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. പാപം വന്നു കയറുമ്പോഴേ
ഹൃദയം ഇരുണ്ടു പോകുന്നു, കണ്ണ് മങ്ങ് പോകുക എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ്ങാണ്. കണ്ണിൻ്റെ കാഴ്ച പോകുന്നതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു അകക്കണ്ണുണ്ട്, അത് ദൈവം പ്രകാശിപ്പിക്കുന്നതാണ്. അത് ഇരുണ്ടു പോവുക, പ്രകാശം കാണാതെ പോവുകയാണ്. ദൈവം നമുക്ക് ഇല്യൂമിനേഷൻ തരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുമാണ്. അത് ദൈവം ആ അകക്കണ്ണ് പ്രകാശിക്കാനായിട്ട് ദൈവം തൻ്റെ തേജസ് നമുക്ക് തരുമ്പോഴേ, അത് ഇരുണ്ടിരിക്കുമ്പോഴേ അതിനകത്തുനിന്ന് ഒന്നും നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. അത് ആ കണ്ണ് കുരുടായി, കണ്ണ് മങ്ങിയിരിക്കുന്ന അനുഭവം. അതിനകത്ത് അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മളെ കോലാടുകളും ചെമ്മരിയാടുകളെ പോലെ വേർതിരിക്കുന്ന അവസ്ഥയിൽ ഒരു എറ്റേണൽ പണിഷ്മെൻറ്റിലേക്ക് നമ്മളായിത്തീരും, നിത്യമായിട്ടുള്ള നരകത്തിൻ്റെ അവസ്ഥയിലേക്ക് ആയിത്തീരുമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, നമ്മൾ ആത്മീയരായി തീർന്നെങ്കിൽ ജഡീക സ്വഭാവത്തിൽ ജീവിച്ച് വീണ്ടും ആ അധമ പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാകരുത്. കാരണം അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് ഇത്തിരി കാര്യമുണ്ട്. അതിനകത്തുള്ള ഏറ്റവും പ്രധാന കാര്യം, നമ്മുടെ അറിവുകൾ പലപ്പോഴും നമ്മുടെ തലയിലാണ് ഇരിക്കുന്നത്. ഹലോ, ശ്രദ്ധിക്കുക, ഈ അറിവുകൾ ഇന്ന് നമ്മുടെ തലയിലായിരിക്കുന്നത്. ഈ അറിവുകൾ നമ്മുടെ തലയിൽ നിന്ന് താഴോട്ട് വന്ന് നമ്മുടെ ഇമോഷൻസിലും നമ്മുടെ വില്ലിലും വന്ന് കമ്മിറ്റ് ചെയ്യണം. അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. ഇപ്പം ദൈവം നമുക്ക് കഴിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് തന്നിട്ടുണ്ട്. ദൈവം അങ്ങനെ ചിന്തിക്കാതെ, നിനക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കുറച്ച് ടാബ്ലറ്റ് നിനക്ക് തരാം, അല്ലെങ്കിൽ രുചിയില്ലാത്ത കുറേ കാര്യങ്ങൾ ഒക്കെ നീ കഴിച്ചങ്ങനെ ജീവിച്ചാൽ നിൻ്റെ ആരോഗ്യം നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൂടായിരുന്നു ദൈവത്തിന്. അല്ല, ദൈവം നാവിന് ബഡ്ഡുകൾ തന്ന് ടേസ്റ്റ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ എൻജോയ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേ, ശരിയല്ലേ? നിങ്ങൾ അത് എൻജോയ് ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ വിശ്വാസ ജീവിതത്തിനകത്തും, വിശ്വാസ ജീവിതത്തിൽ തലയിലൊരു അറിവ് വെച്ചുകൊണ്ടിരിക്കുന്നതല്ല വിശ്വാസ ജീവിതം. അതാണ് ഇന്ന് പലർക്കും ഉള്ളത്. എനിക്കും അങ്ങനെയായിരുന്നു പണ്ട്. തലയിലൊരു അറിവായിരുന്നു വിശ്വാസം. യേശുക്രിസ്തു 2000 വർഷത്തിന് മുമ്പ് വന്നു, ജനിച്ചു, മരിച്ചടക്കപ്പെട്ടു, അവൻ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും, ഫിനിഷ്ഡ്. എന്നാൽ ആ രക്ഷ എൻ്റേതായി തീരുന്ന അവസ്ഥ, അത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇമോഷനകത്ത് അത് വരികയാണ്, എൻ്റെ മനസ്സിനകത്ത്, വില്ലിനകത്ത് കമ്മിറ്റ് ചെയ്യാണ്. ഐ ആം ഡിസൈഡഡ്, നൗ ഐ വിൽ നോട്ട് ടേൺ ബാക്ക്, ഞാൻ പുറകോട്ട് പോകത്തില്ല, ഐ ഡിസൈഡഡ്. അങ്ങനെ വരുമ്പോഴാണ് മനസ്സിൻ്റെ രൂപാന്തരം വരുന്നത്. മനസ്സിൻ്റെ രൂപാന്തരം വരുമ്പോഴാണ് അത് ശരീരത്തിൽ കൂടി പ്രകടിപ്പിക്കുന്നത്. അപ്പോഴാണ് പ്ലാവിനകത്ത് ചക്ക തന്നെ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവത്തില്ല. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇഫ് യു ആർ ട്രൂ സെൻസിലെ കർത്താവിനെ ഏറ്റെടുത്തെങ്കിൽ, അല്ലെങ്കിൽ നീ ഒരു കാർണാലിറ്റി പ്രദർശിപ്പിക്കാതെ ദൈവസന്നിധിയിൽ ആത്മീയ മനുഷ്യനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടും. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഈ നാളുകളിൽ. അല്ലാതെ നീ പോകുന്ന വഴി എന്തായാലും ശരിയായില്ല, ഇനി പോകുന്ന വഴി അങ്ങ് പോവാം എന്നുള്ള രീതിയിലല്ല. ചില ബോണ്ടേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ബോണ്ടേജുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ട ആവശ്യമുണ്ട്. ചില വിടുതലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിന് നീ പോകുന്ന പാത ചൊവ്വായിട്ടുള്ള നേരായിട്ടുള്ള പാതയിലായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കും. ഇന്ന് ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര്, കാരണം ഇപ്പം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാമല്ലോ, ആ ഒരു രീതിയിലാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ വന്നിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർപ്രറ്റ് ചെയ്ത് അന്നത്തെ കാലത്തിൽ എഴുതിയിരിക്കുക, ഇപ്പോഴത്തെ കാലത്തിൽ അതല്ല. പിന്നെ അതുപോലെ ബൈബിളിൻ്റെ ഒരു ഭാഗം വേണ്ട, നമുക്ക് പഴയ നിയമം വേണ്ട, പുതിയ നിയമത്തിൻ്റെ എല്ലാ ഭാഗം വേണ്ട, കുറച്ച് നമുക്കുള്ള, കുറച്ച് മറ്റുള്ളവർക്കുള്ള, യഹൂദന്മാർക്കുള്ളതാ എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ നടത്തി ഇന്ന് പാപത്തെ, സിന്നിനെ ഇന്ന് അത് ലൈസൻസ് പോലെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കൃപയിലാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നീ പോകുന്ന വഴി പൊക്കോ. ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇന്ന് പിശാച് ഒരുപാട് വ്യക്തി ജീവിതങ്ങളെയും കുടുംബ ജീവിതങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നു. എന്താ, ആരാധനയ്ക്കൊന്നും പിള്ളേരില്ലല്ലോ, സഭായോഗങ്ങളിലൊന്നും പിള്ളേരില്ല, യൂത്തില്ല. കാരണം അവിടെ ചെന്നാൽ ഡെലിവറൻസ് ഇല്ല, അതുകൊണ്ട് അവിടെ ചെല്ലത്തില്ല. ഇന്ന് വേറൊരു സഭയിൽ ഡെലിവറൻസ് ഉണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി. നിങ്ങൾ 10,000 രൂപ വേണമെന്ന് പ്രാർത്ഥിച്ചാൽ 10,000 രൂപ പിറ്റേ ആഴ്ച നിങ്ങൾക്ക് കിട്ടും, അങ്ങോട്ട് ചെന്നാൽ മതി. ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ വന്നിട്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിജ്ഞാനം നഷ്ടപ്പെട്ട് പിശാച് ഏതോ ഒരു ലോകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
ദൈവം നിൻ്റെ ആവശ്യമനുസരിച്ച് നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്, ദൈവം നിന്നെ നടത്തുന്ന ദൈവമാണെന്നുള്ളൊരു ബോധ്യം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മളിതെല്ലാം മെറ്റീരിയൽ ടേംസിലാണ് വാല്യൂ ചെയ്യുന്നത്. ഇന്നെല്ലാം അങ്ങനെയാണ്. ധനത്തിൽ, അല്ലെങ്കിൽ പ്രൗഡ്നെസ്, പ്രൈഡിൽ, നമ്മുടെ മാനത്തിൽ, നമ്മുടെ പൊസിഷനിൽ ഒക്കെയാണ് നമ്മളിന്ന് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, ഭക്തി നഷ്ടപ്പെട്ടു പോയി. ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ. വേറെ തെറ്റായിട്ടുള്ള പുറകെ പോയിട്ട് ഈ ദൈവിക ജ്ഞാനം, ബൈബിൾ പറയുന്ന ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഒന്നും ഇന്ന് ആർക്കും വേണ്ട. ഇന്ന് അവിടെ ചെല്ലുക, കുറേ നേരം കൈയടിച്ച് പാടുക, ഒരു ഉന്മാദാവസ്ഥ വരിക. ഉന്മാദാവസ്ഥ വരുമ്പോഴത്തേക്ക് വായി തോന്നൊക്കെ വിളിച്ചു പറയുക. കുറേ കഴിയുമ്പോഴത്തേക്ക് മനസ്സിൻ്റെ തന്നെ ഒരു സമനില പോലെ തെറ്റിയതുപോലെ കുറേയൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ വാസ് ഫ്രീ, എനിക്ക് ഭയങ്കര ഫ്രീഡമായി എന്ന് പറഞ്ഞ് ചിന്തിച്ചിറങ്ങി വരുന്ന ആ അനുഭവമല്ല. നമുക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരണം. അതാണ് ആവശ്യം. നമ്മൾ തുടർമാനമായിട്ട് ചിന്തിക്കാൻ ഞാൻ ഇന്നത് ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഇപ്പോഴും ഡെലിവറൻസിൻ്റെ സ്റ്റെപ്പുകളിലോട്ട് വന്നിട്ടില്ല, നമുക്കത് വരേണ്ടിയിരിക്കുന്നു. ഇത് തുടർമാനമായി നിങ്ങൾ കാണണം. നിങ്ങളിത് എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് ചില പ്രധാനപ്പെട്ട ചില റെവലേഷൻസ്, ചില വെളിപ്പാടുകൾ, അല്ലെങ്കിൽ ചില നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടാണ്. കാരണം ഇത് ഞാൻ വെറുതെ വിളിച്ചു പറയല്ല. അനേകം ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഹൃദയങ്ങളിൽ അത് ടച്ച് ചെയ്തെങ്കിൽ നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കമൻറ്റ് ബോക്സിലിട്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പം ആ സമയത്തല്ലായിരിക്കും നിങ്ങൾ കാണുന്നത്, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ ആയിരിക്കും കാണുന്നത്. ജസ്റ്റ് യു ടേക്ക് ഇറ്റ് ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങളത് എടുക്കുക. എടുത്താൽ ദൈവം വലിയൊരു ഡെലിവറൻസ് തരും, വലിയൊരു വിടുതൽ തരും. ആ ഒരു പോയിൻ്റ് നിങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം വരുത്തും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എവിടെയെങ്കിലും ദൈവത്തിൽ നിന്ന് നിരപ്പ് വരാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിരപ്പ് വരുത്തട്ടെ. എന്തെങ്കിലും ഉപേക്ഷിക്കാനുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനായിട്ട് ദൈവം ഇന്ന് കൃപ തരട്ടെ. ഇപ്പോഴും നിങ്ങൾ സാത്താൻ്റെ പിടിയിലിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവം വിടുവിക്കാനായിട്ട് ദൈവകൃപ ഒരുപാട് വ്യാപരിക്കട്ടെ. പല കാര്യങ്ങളും കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന, ദൈവത്തിന് ഓപ്പൺ ചെയ്യാൻ വയ്യാതെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഇന്നൊന്ന് പൊട്ടിച്ച് ദൈവത്തിന് അവിടെ നിന്ന് പ്രവേശിക്കാനായിട്ട് ഇടവരുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാനായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവരങ്ങളിലേക്ക് കൊടുത്തട്ടെ. ദൈവമേ, ഈ രീതിയിൽ ചിന്തിക്കുകയും അതെൻ്റേതാണെന്ന് പറഞ്ഞ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് ആഗ്രഹമുള്ളവർക്ക് അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചി ശക്തിയിൽ നിന്നുള്ള ഡെലിവറൻസ് ആവശ്യമുള്ളവർക്ക് അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ദൈവത്തിന് എല്ലാ സ്ഥലങ്ങളിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ആ ഡെലിവറൻസിന് വേണ്ടി ദൈവത്തിന് എല്ലായിടും പ്രവർത്തിപ്പാനുള്ള ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങൾ ആ പൂർണ്ണതയിൽ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളാണെങ്കിലും അതെല്ലാം ഈ ദിവസങ്ങളിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടണം. തുടർമാനമായി ഇത് കാണണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.